ചൂളമടിച്ച കാറ്റുള്ള ഒരു രാത്രി വൈറ്റ് കുടുംബം വീട്ടിലിരുന്ന് ചായ കുടിക്കുകയായിരുന്നു. അവർക്കൊപ്പം മേജർ മോറിസ് ചേർന്നു. അയാൾ യാത്രകളുടെ കഥകൾ പറഞ്ഞു. പക്ഷേ ഒടുവിൽ അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഒന്നാണ് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയത്. ഒരു ഉണങ്ങിയ ചുരുണ്ട കുരങ്ങന്റെ കൈ. മോറിസ് പറഞ്ഞു, ഇത് സാധാരണ ഒന്നല്ല. ഇത് 3 ആഗ്രഹങ്ങൾ സാധിച്ചു തരും. പക്ഷേ അതിന് വിലയുണ്ട്. അയാൾ മുന്നറിയിപ്പ് നൽകി. ഇത് ഉപയോഗിക്കരുത്, ഇത് നശിപ്പിക്കണം. ഞാൻ കണ്ടതാണ്. ഈ കുരങ്ങന്റെ കൈ വാങ്ങിയ അവസാനത്തെയാൾ അവന്റെ അവസാന ആഗ്രഹമായി ചോദിച്ചത് മരണമായിരുന്നു. എങ്കിലും മിസ്റ്റർ വൈറ്റിന്റെ കണ്ണിൽ ആഗ്രഹം ജ്വലിച്ചു. മുന്നറിയിപ്പുകൾ അവഗണിച്ച് അയാൾ കുരങ്ങന്റെ കൈ സ്വന്തമാക്കി. മിസ്റ്റർ വൈറ്റ് കൈപ്പത്തിയിലേക്ക് നോക്കി. എങ്കിൽ ഞാനൊരു തുക ആഗ്രഹിക്കുന്നു. വീട്ടിലെ കടം തീർക്കാൻ 200 പൗണ്ട്. അടുത്ത ദിവസം അവരുടെ മകൻ ഹെർബർട്ട് ജോലിക്ക് പോയി. വൈകുന്നേരം വീടിന് മുന്നിൽ ഒരു കാർ വന്നു നിന്നു. മകന്റെ കമ്പനിയിലെ ജീവനക്കാരൻ ദുഃഖഭാവത്തോടെ കടന്നു വന്നു. നിങ്ങളുടെ മകൻ ഹെർബർട്ട് മെഷീനിൽ കുടുങ്ങി മരിച്ചുപോയി. നഷ്ടപരിഹാരമായി 200 പൗണ്ട് ഞങ്ങൾ നൽകുന്നു. ഹെർബർട്ടിനെ അടക്കം ചെയ്ത് ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു രാത്രി മിസ്സിസ് വൈറ്റ് ഭ്രാന്തിയെപ്പോലെ അലറി. നമുക്കവനെ തിരിച്ചു വിളിക്കാം. 2 ആഗ്രഹങ്ങൾ ബാക്കിയുണ്ട്. ഹെർബർട്ടിനെ തിരികെ കൊണ്ടുവരണം. ഭയത്തോടെ മിസ്റ്റർ വൈറ്റ് കൈപ്പത്തി കയ്യിലെടുത്തു. എൻ്റെ മകൻ ഹെർബർട്ട് ജീവനോടെ തിരികെ വരണം. അന്ന് രാത്രി കനത്ത മഴയും കാറ്റും. വാതിലിൽ ഒരു മുട്ട്. ആദ്യം മെല്ലെ, പിന്നെ ശക്തിയായി. അവനാണ്, അവൻ വന്നു, എൻ്റെ മോൻ. അവൾ വാതിൽ തുറക്കാൻ ഓടി. വേണ്ട, ദയവായി വാതിൽ തുറക്കരുത്, മിസ്റ്റർ വൈറ്റ് അപേക്ഷിച്ചു. മിസ്റ്റർ വൈറ്റ് വിറയ്ക്കുന്ന കൈകളോടെ കൈപ്പത്തി കയ്യിലെടുത്തു. എൻ്റെ 3ാമത്തെ ആഗ്രഹം. അടുത്ത നിമിഷം മുട്ടു നിലച്ചു. മിസ്സിസ് വൈറ്റ് വാതിൽ തുറന്നു. പുറത്ത് തണുത്ത കാറ്റില്ലാതെ ആരുമുണ്ടായിരുന്നില്ല.